എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ +1 ഹ്യൂമാനിറ്റീസിന് വേണ്ടി പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. എക്സിക്യൂട്ടീവ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എക്സിക്യൂട്ടീവ് കൊണ്ടുദ്ദേശിക്കുന്നത്, നമുക്കറിയാം, ഗവൺമെൻറ് 3 ഓർഗൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നാണ്. അതാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അതിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അതായത് നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ഇങ്ങനെ 3 ഓർഗൻസ് അല്ലെങ്കിൽ 3 ഘടകങ്ങളാണ് ഏതിനുള്ളത്? ഗവൺമെൻറ്റിന് ഉള്ളത്. നമുക്ക് ഇത് 3 ചാപ്റ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ? ഈ പറഞ്ഞ ലെജിസ്ലേച്ചർ ഒരു ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ട്, എക്സിക്യൂട്ടീവ് ഒരു ചാപ്റ്റർ, അതുപോലെ ജുഡീഷ്യറി ഒരു ചാപ്റ്റർ. 3 ചാപ്റ്ററായിട്ടാണ്. അതിൽ ആദ്യത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് എക്സിക്യൂട്ടീവ്. അപ്പം നിയമനിർമ്മാണ സഭ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗം, അതുപോലെ തന്നെ ജുഡീഷ്യറി എന്ന് പറയുന്നത് നീതിന്യായ വിഭാഗം. ഇങ്ങനെ 3 ഓർഗൻസാണ് ഗവൺമെൻറ്റിന് ഉള്ളത്. അതിൽ എക്സിക്യൂട്ടീവ്, നമുക്കറിയാം, ഈ പറയുന്ന 3 ഓർഗൻസിനും അവരുടെ ജോലി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം, ലെജിസ്ലേച്ചറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ടു മേക്ക് ലോസ്, അല്ലേ? എന്ത് ചെയ്യുക? നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? നിയമനിർമ്മാണ സഭയുടെ ജോലി. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ടു ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ദ എക്സിക്യൂട്ടീവ് ദി ലോസ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ ജുഡീഷ്യറി എന്ന് പറയുന്നത് നീതിന്യായ വിഭാഗത്തിൻ്റെ ജോലി എന്താണ്? ടു പ്രൊവൈഡ് ജസ്റ്റിസ് എന്നുള്ളതാണ്. ടു പ്രൊവൈഡ് ജസ്റ്റിസ്, നീതി നടപ്പാക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ജോലി? ഈ പറഞ്ഞ ജുഡീഷ്യറിയുടെ ജോലി. അപ്പോൾ അങ്ങനെ 3 ഘടകങ്ങൾക്കും 3 ജോലിയാണ്. അത് ഓർമ്മിക്കുക. നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിൻ്റെ ജോബ് എന്ന് പറയുന്നത് എന്താണ്? ടു മേക്ക് ലോസ്. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിൻ്റെ ജോലി എന്ന് പറയുന്നത് ടു എൻഫോഴ്സ് ദി ലോസ് അല്ലെങ്കിൽ ടു ഇംപ്ലിമെൻറ്റ് ദി ലോസ്. അതുപോലെ തന്നെ ജുഡീഷ്യറി എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊവൈഡ് ജസ്റ്റിസ് അല്ലെങ്കിൽ ടു പ്രൊട്ടക്റ്റ് ദി ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ 3 ഓർഗൻസിൻ്റെ ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഓർമ്മിക്കണം. അപ്പം ലെജിസ്ലേച്ചറിൻ്റെ ജോബ് എന്ന് പറയുന്നത് എന്താണ്? ടു മേക്ക് ലോസ്, നിയമം നിർമ്മിക്കുക. എക്സിക്യൂട്ടീവിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? എക്സിക്യൂട്ടീവിൻ്റെ ജോലി ടു ഇംപ്ലിമെൻറ്റ് ദി ലോസ് അല്ലെങ്കിൽ ടു എക്സിക്യൂട്ട് ദി ലോസ്. ജുഡീഷ്യറി എന്ന് പറയുന്നത് ടു എൻഫോഴ്സ് ദി ലോസ്, അല്ലെങ്കിൽ ടു പ്രൊട്ടക്റ്റ് ദി ലോസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് 3 ഓർഗൻസിൻ്റെ ജോലി. നമുക്കറിയാം, ഗവൺമെൻറ് നമ്മൾ പറയുന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ദ മെയിൻ ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ് ഈസ് എക്സിക്യൂട്ടീവ്, റെസ്പോൺസിബിൾ ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലോ ആൻഡ് പോളിസീസ് പാസ്ഡ് ബൈ ദി ലെജിസ്ലേച്ചർ ഈസ് കാൾഡ് എക്സിക്യൂട്ടീവ്. അതായത് ലെജിസ്ലേച്ചർ മേക്ക് ചെയ്യുന്ന ലോസ് എന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ലെജിസ്ലേച്ചർ മേക്ക് ചെയ്യുന്ന ലോസ്, അതായത് നിയമനിർമ്മാണ സഭ നടപ്പാക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുക? നടപ്പാക്കുക എന്നുള്ളതാണ് എക്സിക്യൂട്ടീവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി.
അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഈസ് ദ മെയിൻ ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്. എക്സിക്യൂട്ടീവ് ഈസ് ദ മെയിൻ ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ഘടകം അല്ലെങ്കിൽ ഒരു ഓർഗൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതിനെ? എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിൻ്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ടു എന്താണ്? എക്സിക്യൂട്ട് ദി ലോസ് അല്ലെങ്കിൽ ഓർ ടു ഇംപ്ലിമെൻറ്റ് ദി ലോസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ലെജിസ്ലേച്ചർ മേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമങ്ങൾ എന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഈ പറഞ്ഞ എക്സിക്യൂട്ടീവിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസ്. അപ്പോൾ ഇത് മൂന്നും എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഓരോ ഘടകത്തെക്കുറിച്ചും നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലെജിസ്ലേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ജുഡീഷ്യറി എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യങ്ങൾ ഈ ഓരോ ഓർഗൻസും അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ ഘടകങ്ങളും അവരുടെ ജോലി എന്താണ്, ഇതെന്താണ് എന്ന് കൃത്യതയോടുകൂടി എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗം, അതുപോലെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നീതിന്യായ വിഭാഗം. അപ്പം ലെജിസ്ലേച്ചറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ടു മേക്ക് ലോസ്, അല്ലേ, നിയമം ചെയ്യുക, നിർമ്മിക്കുക എന്നുള്ളതാണ് ലെജിസ്ലേച്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചർ നിർമ്മിച്ച നിയമത്തെ എന്ത് ചെയ്യുക? ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? എക്സിക്യൂട്ടീവിൻ്റെ ജോലി. അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെ ജോലി എന്താണ്? ടു പ്രൊട്ടക്റ്റ് ദി ലോസ്, നിയമങ്ങൾ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക, അല്ലേ, അല്ലെങ്കിൽ ടു പ്രൊവൈഡ് ജസ്റ്റിസ്, നീതി നടപ്പാക്കുക, നീതി കൊടുക്കുക. ഇതൊക്കെയാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? ജുഡീഷ്യറിയുടെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ 3 ഓർഗൻസ്? ഒന്നെന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, മറ്റൊന്നെന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് ജുഡീഷ്യറി. ഇനി നമുക്ക് ഇതിൽ നമ്മൾ പറഞ്ഞു, നമ്മൾക്കിപ്പോൾ ആദ്യം നിങ്ങൾക്കിത് പഠിക്കാനുള്ളത് എക്സിക്യൂട്ടീവാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഞാൻ പറഞ്ഞു, എക്സിക്യൂട്ടീവ് ഈസ് ദ മെയിൻ ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്. എക്സിക്യൂട്ടീവ് ഈസ് ദി മെയിൻ ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് ഏതെന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വിവിധ തരത്തിലുള്ള എക്സിക്യൂട്ടീവ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അതിൽ ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്സ്. ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്. അതിലൊന്നാണ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവിൽ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്. പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്. പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്. പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്. 2 എന്ന് പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. 3 എന്ന് പറഞ്ഞാൽ സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടുള്ള എന്താണ് വിവിധ തരം എക്സിക്യൂട്ടീവ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനിയുണ്ട്, നമുക്ക് 3 ചർച്ച ചെയ്യാം. ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവിൽ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ്സാണ്. ഒന്ന് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്. പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്. 2 എന്ന് പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. 3 എന്ന് പറഞ്ഞാൽ സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, ഒന്ന് ഇതാണ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. സെമി പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. 1 എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് എന്താണെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനെ അല്ലാതെ പറയാനുണ്ട് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്നും നമുക്ക് ഈ എക്സിക്യൂട്ടീവിനെ എന്ത് ചെയ്യാം? പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി എക്സിക്യൂട്ടീവിൽ 2 പൊസിഷൻ ഉണ്ട്. അതായത് 1 എന്ന് പറയുന്നത് അവിടെ പറയുന്നത്
നോമിനൽ എക്സിക്യൂട്ടീവ്, മറ്റൊന്ന് റിയൽ എക്സിക്യൂട്ടീവ് എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ആ നോമിനൽ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ടാവും. അത് രണ്ട് പൊസിഷനുള്ള വ്യക്തികളാണ് അവിടെ നോമിനൽ റിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? രണ്ട് പൊസിഷനുള്ള വ്യക്തികൾ ആ ടൈപ്പ് ഓഫ് ഗവൺമെൻറ്റിൽ. അപ്പം നോമിനൽ എക്സിക്യൂട്ടീവിൽ പറയുന്നത്, നോമിനൽ എക്സിക്യൂട്ടീവ് എപ്പോഴും ആരെന്ന് ചോദിച്ചാൽ ആ സ്റ്റേറ്റിൻ്റെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിരിക്കും അവിടെ എന്തെന്ന് പറയുന്നത്, നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആയിരിക്കും, അതായത് ഗവൺമെൻറ്റിൻ്റെ തലവനായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറയുന്നത് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് എന്താണെന്നാണ്. പാർലമെൻ്ററി എക്സിക്യൂട്ടീവിൽ രണ്ട് പൊസിഷൻ ഉണ്ടാവും. ആ പൊസിഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആ സ്റ്റേറ്റിലുള്ള രണ്ട് വ്യക്തികളുടെ പൊസിഷൻ. അതായത് അത് ഒന്നെന്ന് പറയുന്നത് നോമിനൽ എന്നും മറ്റൊന്ന് റിയൽ എക്സിക്യൂട്ടീവ് എന്നുമാണ് പറയുന്നത്. ആ നോമിനൽ എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കും. റിയൽ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആയിരിക്കും. അതായത് ഒരാളെന്ന് പറയുന്നത് രാഷ്ട്രത്തലവനായിരിക്കും, മറ്റൊരാൾ റിയൽ എന്ന് പറയുന്നത് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആയിരിക്കും, അതായത് ഗവൺമെൻറ്റിൻ്റെ തലവനായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻ പാർലമെൻ്ററി എക്സിക്യൂട്ടീവിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ നോമിനൽ അതുപോലെ തന്നെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ആ രാഷ്ട്രത്തിൻ്റെ ആരായിരിക്കും? പ്രസിഡൻ്റ് ആയിരിക്കും. പ്രസിഡൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞ റിയൽ എക്സിക്യൂട്ടീവിൽ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ രണ്ട് പൊസിഷൻ ഉള്ള രണ്ട് വ്യക്തികളുണ്ടാകും. ആ വ്യക്തികളെന്ന് പറയുന്നത് ഒരാൾക്ക് നോമിനൽ എക്സിക്യൂട്ടീവ് ആയിരിക്കും, അല്ലെങ്കിൽ നോമിനൽ പവർ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് നാമമാത്രമായിട്ടുള്ള അധികാരം മാത്രം നിക്ഷിപ്തമായിരിക്കുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തലവനായിരിക്കും. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അദ്ദേഹം പ്രസിഡൻറ്റും ആയിരിക്കും. മനസ്സിലായില്ലേ? അത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദിസ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവിൽ പ്രധാനമായിട്ടും ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പ്രസിഡൻറ്റിന് എന്ത് അധികാരമേ ഉണ്ടാവുള്ളൂ? നോമിനൽ പവർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതായത് റിയൽ പവർ ഈസ് വെസ്റ്റഡ് വിത്ത് ക്യാബിനറ്റ് ഓർ പ്രൈം മിനിസ്റ്റർ എന്നാണ്. റിയൽ പവർ, അതായത് യഥാർത്ഥ അധികാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രധാനമായിട്ടും ക്യാബിനറ്റ്, അതായത് മന്ത്രിമാരുടെ കൂട്ടായ്മയും അതിൽ നേതൃത്വം കൊടുക്കുന്ന പ്രൈം മിനിസ്റ്ററുമായിരിക്കും അവിടെ എന്തെന്ന് പറയുന്നത്, റിയൽ പവർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതാണ് പിന്നെ ഈ ഒരു എക്സിക്യൂട്ടീവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്റിൻ്റെ തലവനായിരിക്കും. അദ്ദേഹം എന്ന് പറയുന്നത് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. വേറെ ഒന്നും നോക്കണ്ട. നമുക്ക് ഇന്ത്യൻ സിസ്റ്റം നമ്മൾ പറഞ്ഞു, നമ്മൾ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് നിലനിൽക്കുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് നിലനിൽക്കുന്ന രാജ്യമാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്രൊവിഷൻ നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്ന് എടുത്തതാണ് അല്ലേ? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ എന്ത് കടമെടുത്തത്? പാർലമെൻ്ററി സിസ്റ്റം അല്ലെങ്കിൽ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ്. മനസ്സിലായി? ആ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ രാഷ്ട്രത്തിൽ രണ്ട് തലവന്മാരുണ്ടാവും, രണ്ട് ഹെഡ് ഉണ്ടാവും, രണ്ടു പേർക്കും രണ്ട് അധികാരങ്ങളാണ്. അതാണ് നമ്മളിവിടെ ഈ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് പൊസിഷൻ ഓർമ്മിക്കുക, രണ്ട് പൊസിഷനുള്ള വ്യക്തികൾക്ക് ഉള്ള അധികാരങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർ സ്റ്റേറ്റിൻ്റെ പൊസിഷൻ എന്തായിട്ടാണ് അവർ അറിയപ്പെടുന്നത് എന്നും കൂടെ എന്ത് ചെയ്യുക, ഈ പാർലമെൻ്ററി സിസ്റ്റത്തിൽ ഓർമ്മിക്കുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ പാർലമെൻ്ററി എക്സിക്യൂട്ടീവിൽ രണ്ട് പൊസിഷൻ ഉള്ള രണ്ട് വ്യക്തികളുണ്ടായിരിക്കും. ആ പൊസിഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാളെന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിരിക്കും, മറ്റൊരാൾ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആയിരിക്കും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, നോമിനൽ പവർ അല്ലെങ്കിൽ നോമിനൽ എക്സിക്യൂട്ടീവ് അദ്ദേഹം എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കും, രാഷ്ട്രപതി ആയിരിക്കും. റിയൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് അല്ലെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആയിരിക്കും. ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ തലവനാണെന്നാണ് അതിനർത്ഥം. മനസ്സിലായില്ലേ? ഗവൺമെൻറ്റിൻ്റെ തലവൻ ആയിരിക്കും. അദ്ദേഹം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹത്തിന് എന്താ അധികാരമുണ്ടായിരിക്കും? റിയൽ പവേഴ്സ്, അതായത് യഥാർത്ഥ അധികാരം മൊത്തം
നിക്ഷിപ്തമായിരിക്കുന്നത് ആരുടെ കൈകളിലായിരിക്കും? പ്രൈം മിനിസ്റ്ററിൻ്റെ കൈകളിലായിരിക്കും. ദിസ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഈസ് കാൾഡ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഇന്ത്യ, ബ്രിട്ടനിലാണെങ്കിൽ നമുക്ക് ഈ എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ പാർലമെൻ്ററി സിസ്റ്റം നമ്മൾ അവിടെ നിന്നാണ് എടുത്തെന്ന് പറഞ്ഞു. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. നമ്മൾ പറഞ്ഞു ഇന്ത്യയാണെങ്കിൽ നമുക്ക് ഈ പ്രസിഡൻ്റ് ഉണ്ട്, നമുക്ക് പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞു നോമിനൽ പവർ, റിയൽ പവർ, രണ്ടുപേർക്ക്, ഒരാൾക്ക് നോമിനൽ പവർ, ഒരാൾക്ക് റിയൽ പവർ. അപ്പോൾ ഒരാൾ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, ഒരാൾ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്, അല്ലേ? റിയൽ അധികാരം മൊത്തം പ്രൈം മിനിസ്റ്റർ. അപ്പോൾ നമ്മൾ ബ്രിട്ടൻ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ നോമിനൽ പവർ ബ്രിട്ടനിലെന്ന് പറയുന്നത് കിങ് ഓർ ക്യൂനാണ്. മനസ്സിലായില്ലേ? നോമിനൽ പവർ എന്ന് പറയുന്നത് ബ്രിട്ടനിൽ ആരാണ്? കിങ് ഓർ ക്യൂനായിരിക്കും. എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി അവിടെ നിലനിൽക്കുന്ന രാഷ്ട്ര തലവന്മാരാണ് അവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ കിങ് ഓർ ക്യൂനായിരിക്കും ഈ പറഞ്ഞ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ഈ പറഞ്ഞ കിങ് ഓർ ക്യൂവിൻ്റെ അതേ സ്ഥാനമാണ് നമുക്ക് ഇന്ത്യയിൽ ആരെന്ന് പറയുന്നത്? പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. കാര്യം റിയൽ അധികാരമില്ല. ഈ പറഞ്ഞ കിങ് ഓർ ക്യൂവിനും റിയൽ അധികാരം ഇല്ല. അവിടെ ഈ രണ്ട് പേർക്കെന്ന് പറയുന്നത് നോമിനൽ പവർ മാത്രമാണുള്ളത്. ബ്രിട്ടനിലും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ബ്രിട്ടൻ പ്രൈം മിനിസ്റ്ററാണ്. മനസ്സിലായില്ലേ? അവിടെ പ്രൈം മിനിസ്റ്ററാണ് അധികാരം. ഇവിടെയും നമുക്ക് ഇന്ത്യയിലും നമ്മൾ നോക്കുക, എന്താണ് യഥാർത്ഥ അധികാരം മൊത്തം നിക്ഷിപ്തമായിരിക്കുന്നത് ആരുടെ കൈകളിലാണ്? ഈ പറഞ്ഞ പ്രൈം മിനിസ്റ്ററിൻ്റെ കൈകളിലാണ് നിലനിൽക്കുന്നത്. അതായത് ബ്രിട്ടനിലെ കിങ് ഓർ ക്യൂവിൻ്റെ അതേ സ്ഥാനം നമുക്ക് ഇന്ത്യയിൽ പ്രസിഡൻ്റാണ്. മനസ്സിലായില്ലേ? ബാക്കി ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ അതേ അധികാരം തന്നെയാണ് ഇന്ത്യയിൽ ഉള്ള പ്രൈം മിനിസ്റ്ററിൻ്റെ റോള്. മനസ്സിലായില്ലേ? ഇവിടെ ബ്രിട്ടനിലെ കിങ് ഓർ ക്യൂവിൻ്റെ അധികാരം എന്ന് പറയുന്നത് പിന്നെ നോമിനൽ പവറാണ്. അവിടെ നോമിനൽ പവറാണ്. അതേ സ്ഥാനം തന്നെയാണ് ഇന്ത്യയിൽ ആരെന്ന് പറയുന്നത്? പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രൈം മിനിസ്റ്ററാണ് ഈ രണ്ട് ആ സിസ്റ്റത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററിനുള്ള അധികാരമാണ്. അദ്ദേഹത്തിനാണ് പ്രധാനമായിട്ട് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിനാണ് റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത്. റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി മീൻസ് ദ റിയൽ പവർ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ അധികാരം മൊത്തം നിക്ഷിപ്തമായിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററിൻ്റെ കൈകളിലായിരിക്കും. ദിസ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഈസ് കാൾഡ് പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എക്സാമ്പിൾ പറയാം. നമുക്ക് ഇന്ത്യ പറയാം, അതുപോലെ ബ്രിട്ടൻ ആദ്യം പറഞ്ഞ കാര്യം, നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർലമെൻ്ററി സിസ്റ്റം ഓർ എന്തെന്ന് പറയുന്നത്? പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്നാണ്. പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ആ വാക്കി തന്നെ ഉണ്ട്. നമുക്കറിയാം പ്രസിഡൻ്റ് ആയിരിക്കും അവിടെ ഹെഡ്. അതായത് നമ്മൾ ഈ പാർലമെൻ്ററി എക്സിക്യൂട്ടീവിൽ പറഞ്ഞ നോമിനൽ ആൻഡ് റിയൽ പവർ, മനസ്സിലായില്ലേ? ബോത്ത് പവേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് വൺ ഇൻഡിവിജ്വൽ എന്നാണ്. അതായത് ഈ രണ്ട് അധികാരങ്ങളും ഒരു വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കും. അങ്ങനെയുള്ള എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന പേരാണ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. അവിടെ പ്രസിഡൻ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നോമിനലും റിയലും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരംതിരിച്ച് പറയുന്ന ഈ അധികാരങ്ങളെല്ലാം തന്നെ ഒരാൾക്കായിരിക്കും. മനസ്സിലായ? അതാണ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. അവിടെ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രണ്ട് അധികാരങ്ങളും വേർതിരിച്ച് കൊടുത്തിട്ടില്ല. നോമിനലും റിയലും എല്ലാം തന്നെ ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലായിരിക്കും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അധികാരം മൊത്തം ഒരു വ്യക്തിയിലായിരിക്കും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള എക്സിക്യൂട്ടീവിനെ വിളിക്കുന്ന പേരാണ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും, പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. മനസ്സിലായില്ലേ? അമേരിക്ക എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യമാണ്. അമേരിക്കയിൽ നിങ്ങൾ പ്രൈം മിനിസ്റ്റർ ഉണ്ടെന്ന് എവിടെയെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെ എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ് ഹെഡ്. മനസ്സിലായില്ല? അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ പിന്നെ നോമിനൽ ആൻഡ് റിയൽ പവർ മൊത്തം നിക്ഷിപ്തമായിരിക്കുന്നത് ആരുടെ കൈകളിൽ? ഈ പറഞ്ഞ പ്രസിഡൻറ്റിൻ്റെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ദിസ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഈസ് കാൾഡ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. ഫോർ എക്സാമ്പിൾ അമേരിക്ക. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രസിഡൻഷ്യലും നോമിനലും റിയലും ഈ രണ്ട് അധികാരങ്ങളും
എന്താണ് ഒരാളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ഒരു വ്യക്തിയിൽ. ആ വ്യക്തി എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ ആരായിരിക്കും? പ്രസിഡൻ്റ് ആയിരിക്കും. ആരായിരിക്കും? പ്രസിഡൻ്റ് ആയിരിക്കും. ദിസ് ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഈസ് കാൾഡ് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്.